അലാം കേട്ടിട്ട് പോലും എണീക്കാതെ ഞാൻ വെയിലടിച്ചപ്പോൾ അടിപൊളിയായിട്ട് എണീറ്റു. എന്തായാലും എണീറ്റ് വെച്ചിട്ട് താഴെ പോയി നോക്കിയപ്പോൾ സാൻഡ്വിച്ചസ് ആയിരുന്നു ചായയൊക്കെ കഴിക്കാനുണ്ടായിരുന്നത്. ആൻഡ് കുറച്ച് എരിവ് കൂടുതലാണെങ്കിലും ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്, ഫുൾ ഫില്ലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്നത്തേക്ക് എന്തെങ്കിലും എഴുതി പോകണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീക്കുമ്പോഴേക്കും ക്ലാസ്സിൽ പോകേണ്ട സമയമായതുകൊണ്ട് ഞാൻ ബാഗത്തിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്. ആദ്യം ഞാൻ നല്ല അടിപൊളിയായിട്ട് സ്ക്രബൊക്കെ ഇട്ട്, അപ്പോൾ ഒരു പറഞ്ഞു കളർ ഡ്രസ്സാണെന്ന്. അങ്ങനെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി പോയപ്പോഴാ ക്ലാസ് ലേറ്റ്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലെ ഹരിതാപും പച്ചപ്പും ഒക്കെ ഒത്തിരി അടിപൊളിയായതുകൊണ്ട് അതൊക്കെ ഞാൻ കണ്ടെത്തിരി എൻജോയ് ചെയ്ത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഉമ്മയും കുട്ടിയും അവിടെ ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കാൻ പോയില്ല, ബിക്കോസ് എനിക്കിപ്പോൾ എന്ത് കണ്ടാലും വിഷമം വരുന്ന സമയമാണല്ലോ. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് തിരിച്ച് ഉച്ചയ്ക്ക് ബ്രേക്കിന് വന്നപ്പം കടി ചാവലായിരുന്നു ഫുഡ്. അത് എന്താണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്കും അറിയില്ല, പക്ഷെ നല്ലതാണ്, കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ക്ലാസ്സിലിരിക്കും, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അപ്പുറത്തെ ബാച്ചുകാരൊക്കെ പുറത്തേക്ക് കിടക്കുക. അപ്പോൾ ഞാൻ ലീഡറെ ചീത്താറ്, ഞാൻ തന്നെ മാത്രം വിടാത്തതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഓൻ്റെ വിഷമങ്ങൾ പറയാണ്, എന്തോ ആരെന്താക്കിയാലും എൻ്റെ തലക്കാണല്ലോ പഠിച്ചോനെ എന്നും പറഞ്ഞുകൊണ്ട്. നമ്മളെ അപ്പോഴും വിട്ടില്ല, നമ്മളവിടെ ഇരുത്തി നമ്മൾ കുറച്ച് നോട്ട്സൊക്കെ എഴുതി. നമ്മളോട് പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഇതിലും അടിപൊളിയായിട്ട് പറഞ്ഞില്ല, അങ്ങനെ 50 മാർക്ക് ഇട്ട് തോൽപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ എപ്പോഴും അടിപൊളിയായി പറയുന്നത്, പക്ഷെ ഇന്ന് തന്നെ എനിക്കൊന്നും ഒരു സുഖം വരുന്നില്ല. ഞാൻ കുറച്ച് നേരം പഠിച്ചതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു. ഞാൻ പറയല്ലോ, ഹോസ്റ്റലിലേക്കുള്ള വഴി എങ്ങനെ നടന്നു വരാനുള്ള അടിപൊളിയാണ്. അതുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അതൊക്കെ ഇനി ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും 2 ചിപ്സ് മേടിച്ചു. ഇത് കഴിച്ചപ്പോൾ 8000 സോമാണ് പോയത്. 8000 സോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50-55 രൂപ എനിക്കറിയാം. കൂടെ എനിക്കൊരു ചുയിങ്ക അങ്കിൾ ഗിഫ്റ്റായി തന്നു. അപ്പോൾ ഞാൻ ഹിബ, എൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഫോളോ ഫോർ മോർ.